ചൂരൽമല മുണ്ടക്കൈ ദുരന്ത നിവാരണം. സംസ്ഥാന ഗവൺമെൻറ് എന്തു ചെയ്തു? പ്രതിപക്ഷം എന്തു ചെയ്തു? ഈ കോൺട്രവേഴ്സി ഇപ്പോഴത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഉയർന്ന് നിൽക്കുകയാണ്. ചിലപ്പോഴൊക്കെ അത് പുകഞ്ഞ് കത്തുകയും ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. ചൂരൽമല മുണ്ടക്കൈ ദുരന്തം ഉണ്ടാകുന്നത് 2024 ജൂലൈ 30 രാത്രിയാണ്. ജൂലൈ 31 എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ പ്രളയം എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് വരുന്നത്. 2024 ജൂലൈ 30 മുതൽ 2025 ജൂലൈ 30 ആയപ്പോൾ ഒരു വർഷം കഴിഞ്ഞു. 2026 മാർച്ച് 31 ആദ്യത്തെ 178 വീടുകളുടെ കൈമാറ്റം നടത്തിയത്. അതിൻ്റെ പട്ടയവും കൈമാറിയത് മാർച്ച് 1 2026 മാർച്ച് 1. എത്ര കാലമെടുത്തു ഇത്രയും 178 വീടുകൾ, 400-ലധികം വീടുകൾ നിർമ്മിച്ച് നൽകാനാണ് ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിലുള്ളത്. 402 വീടാണെന്നാണ് എൻ്റെ ഓർമ്മ. അതിൽ 178 പണിത് കൈമാറിയത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര കാലദൈർഘ്യം? അതായത് സർവ്വതും നഷ്ടപ്പെട്ട ചൂരൽമല മുണ്ടക്കൈ മേഖലയുടെ ആ പ്രളയ ചിത്രം, ആ ഉരുൾപൊട്ടൽ ചിത്രം ഇപ്പോഴും ഇപ്പോഴും അതുപോലെ തന്നെ കാണിച്ച് ഗവൺമെൻറ്റും മാധ്യമങ്ങളും ധാരാളം സിമ്പതി ഏറ്റുവാങ്ങുന്നുണ്ട്, കയ്യടിയും വാങ്ങുന്നുണ്ട്. അത് പ്രതിപക്ഷത്തെ അടിക്കാനുള്ള ഒരു വടിയായി കൂടി ഇപ്പോൾ ഈ ഇലക്ഷൻ വന്നപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭരണപക്ഷം ചോദിക്കുന്നത് എന്തുകൊണ്ട് കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകൾ ഇതുവരെ പണി പോലും നടന്നിട്ടില്ല എന്നാണ് ചോദിക്കുന്നത്. കോൺഗ്രസ് പിരിച്ചെടുത്ത പണം എവിടെ പോയി? ആ പണം മുഴുവനും ദുർവിനിയോഗം ചെയ്തുവോ? അത് മുഴുവൻ ഇലക്ഷന് വേണ്ടി ചെലവഴിച്ചുവോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് സർക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ KPCC പ്രസിഡന്റ് വളരെ കൃത്യമായ രീതിയിൽ എത്ര കോടി രൂപ പിരിച്ചു കിട്ടിയെന്നും അതിനേക്കാൾ കൂടുതൽ എത്ര കോടി രൂപ ചെലവഴിക്കേണ്ടി വന്നു എന്നും, അതായത് ഭൂമി വാങ്ങാൻ മാത്രം, ആ ഭൂമി വാങ്ങുന്നതിന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്തു കൊടുക്കുക, അതായത് വേണ്ട നിയമസഹായം ചെയ്തു കൊടുക്കുക, ഗവൺമെൻറ്റലായിട്ട് ചെയ്യാവുന്ന സഹായം പോലും ചെയ്തു കൊടുക്കാൻ ഗവൺമെൻറ് കൂട്ടാക്കിയില്ല. എന്നിട്ടാണ് ആ വീടിൻ്റെ പണി തുടങ്ങിയില്ല, പൂർത്തിയാക്കിയില്ല, കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ തോതിൽ കുറ്റപത്രം തയ്യാറാക്കി അത് ഇങ്ങനെ മീഡിയ വഴി റീൽസ് വഴിയൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷത്തിനെതിരായിട്ട്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം ഉയരുന്നുണ്ട്. ആരുടെ ഉത്തരവാദിത്തമാണ്? ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട് ജനങ്ങളാൽ ഭരിക്കുന്നതാണ് ഒരു ഗവൺമെൻറ് എന്ന് പറയുന്നത് ഡെമോക്രസിയിൽ. അങ്ങനെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ജനങ്ങളുടെ ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമല്ലേ ഈ ദുരന്തബാധിതർക്ക് വീട് വച്ചു കൊടുക്കുക എന്നുള്ളത്? അവരുടെ അതായത് 35 കോടിയിൽ താഴെ ഉണ്ടായിരുന്ന കടം എഴുതി തള്ളാൻ തന്നെ അവസാനം സുപ്രീം കോടതി വരെ ഇടപെട്ടതിന് ശേഷമാണ് ഈ ഗവൺമെൻറ് അതിലേക്ക് വന്നത്. അങ്ങനെ അവരെ ഏറ്റവും കൂടുതൽ അവഗണിച്ച ഒരു ഗവൺമെൻറ്റിനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഉമ്മൻചാണ്ടിയെ ഒന്ന് താരതമ്യം ചെയ്തു നോക്കൂ. പിണറായി വിജയൻ്റെ സ്ഥാനത്ത് ഉമ്മൻചാണ്ടിയായിരുന്നു മുഖ്യമന്ത്രിയെങ്കിൽ 6 മാസത്തിനകം ഈ പറയപ്പെട്ട സർവത്ര മുണ്ടക്കൈ ചൂരൽമല മേഖലയിലെ മുഴുവൻ വീട് നഷ്ടപ്പെട്ടവരെയും പുനരധിവസിപ്പിക്കുമായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അത്രയധികം ജനാധിപത്യത്തിൽ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നതിൽ, അവരുടെ കൂടെ നടന്ന് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പ്രതിവിധി കണ്ടെത്തുന്നതിൽ അത്രയധികം പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ള ഒരു മുഖ്യമന്ത്രി ആയതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് UN അവാർഡ് പോലും ആ മേഖലയിൽ കിട്ടിയത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രി ഭരിച്ചിരുന്ന അതേ കോൺഗ്രസ് തന്നെയാണ് ഇപ്പോഴും ഈ കേരളത്തിലുള്ളത്. അദ്ദേഹത്തെ പോലെ തന്നെ മാന്യന്മാരായ പ്രതിപക്ഷ നേതാക്കളുള്ള ഒരു പാർട്ടിയാണ് ഇപ്പോഴും കോൺഗ്രസ്സിലുള്ളത്. ആ പാർട്ടി ഏറ്റെടുത്ത അത്ര വീടുകൾ നിർമ്മിച്ച് നൽകി. പാർട്ടി ഏറ്റെടുക്കേണ്ട ആവശ്യം തന്നെയില്ല പ്രതിപക്ഷത്തിന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റാണ് ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് സത്വര പരിഹാരം കാണേണ്ടത്. ആ സത്വര പരിഹാരം കാണാൻ എവിടുന്നാണ് ഈ പ്രതിപക്ഷം ഏറ്റെടുത്ത വീടുകൾ നിർമ്മിച്ചു കൊടുത്തില്ല എന്ന് പറയുമ്പോൾ അവർക്കെന്താ മന്ന വരുന്നത് പോലെ ആകാശത്ത് നിന്ന് പണം ഇറങ്ങി വരുന്നുണ്ടോ? അതോ അവർ മുട്ടിൽ മരമുറി പോലെ, സുഗന്ധഗിരി മരമുറി പോലെ ഉള്ള മരമുറിയും അതുപോലെയുള്ള, അതായത് ഇവിടുത്തെ
പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്ത് വിറ്റ് പണം ഉണ്ടാക്കി പ്രതിപക്ഷം പണം കൊണ്ട് വിളയാടുകയാണോ? നമുക്കറിയാം മുട്ടിൽ മരമുറി നടന്നത് ഏത് ഘട്ടത്തിലാണെന്ന്. ഒന്നാം പിണറായി ഗവൺമെൻറ് ഘട്ടത്തിലാണ്. ആ ഗവൺമെൻറ്റിൻ്റെ ഘട്ടം കഴിയുന്നതോട് കൂടി തന്നെയാണ് സുഗന്ധഗിരി മരം മോഷണവും ഒക്കെ ഉണ്ടാകുന്നത്. സ്വർണ്ണക്കൊള്ളയും മറ്റുമുള്ള കൊള്ളകളൊന്നും നമ്മൾ പറയണ്ട. ശബരിമല കൊള്ള പോകട്ടെ, അതിനു മുൻപേ ഒന്നാം ഭരണം തുടങ്ങുമ്പോൾ തന്നെ ഒരു സ്വർണ്ണക്കൊള്ള ഉണ്ടായത് നമുക്കറിയാം. ഇങ്ങനെ പണം കൈയിട്ട് വാരുന്ന LDFനെ പോലെ കൈയിട്ട് വാരുന്ന ഒരു ഗവൺമെൻറ്, ഒരു പക്ഷമല്ല പ്രതിപക്ഷം, ഇവിടുത്തെ പ്രതിപക്ഷം. അങ്ങനെയുള്ള ആ പ്രതിപക്ഷത്തോട് നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ പ്രതിപക്ഷവും വളരെ, അതായത് അവർ ഉത്തരം പറയുന്നുണ്ട് എങ്കിൽ പോലും അവർ ആ വേണ്ടത്ര ആർജവം കാണിച്ചാണ് ഉത്തരം പറയുന്നത് എന്ന് കേൾവിക്കാർക്ക് സംശയമുണ്ട്. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ, വീഡിയോസൊക്കെ കാണുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ പ്രതിപക്ഷം ഇത്ര വീക്കായിട്ട് ഉത്തരം പറയുന്നത്? പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്തം അല്ലല്ലോ ഇത്. ഒറ്റ എക്സാമ്പിൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതായത് മമ്മൂട്ടി ഈ 178 വീടുകളുടെ താക്കോൽദാനം നിർവഹിച്ചു. അത് ഇതുവരെ താമസയോഗ്യമായിട്ടില്ല. ഒരു പക്ഷേ വിഷുവിന് താമസയോഗ്യമാകുമെന്ന് പറയുന്നു. വിഷു എന്നാണ് 15-ാം തീയതി. പക്ഷേ വോട്ടിങ് 9-ാം തീയതി കഴിയും. 9-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഇതേപ്പറ്റി ചോദ്യം ചോദിച്ച് എവിടെയും ചെല്ലാൻ ഉള്ള സൗകര്യമില്ല. ഗവൺമെൻറ് പോയി, ഇനി പുതിയ ഗവൺമെൻറ് വരണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് വിഷുവിന് മുൻപേ ഈ വീടുകൾ വാസയോഗ്യമാകുമെന്ന് മുഖ്യമന്ത്രി പ്രസ്താവിച്ചിരിക്കുന്നത്. ആകട്ടെ, നല്ല കാര്യം. പക്ഷേ ഇത്ര നാൾ വേണമായിരുന്നു ഈ 178 വീടുകൾ. നോക്കൂ 178. അതായത് എന്താണ് നമുക്ക് അപ്പോൾ അവിടെ ഒരൊറ്റ എക്സാമ്പിൾ മാത്രം എടുക്കാം. ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തം എന്ത് എന്ന് കാണിക്കാനായിട്ട് ഒരു മഹാനടൻ മുണ്ടക്കൈ ചൂരൽമല വിസിറ്റ് ചെയ്തു. ആരാണ് അദ്ദേഹം? മമ്മൂട്ടി. ഇടതുപക്ഷക്കാരനോ വലതുപക്ഷക്കാരനോ ഏത് പക്ഷക്കാരനുമാകട്ടെ, പക്ഷേ ജനപക്ഷക്കാരനാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അദ്ദേഹം മുണ്ടക്കൈ ചൂരൽമല ഈ വീടുകളുടെ ദാനം നടത്തിയതിന് ശേഷം അവിടെയുള്ളവരെ കാണാനായിട്ട് ചെന്നു. ആരെയും കാണാനൊത്തില്ല, കാരണം അതൊന്നും താമസിക്കത്തക്ക പരുവത്തിലല്ലായിരുന്നു. എങ്കിൽ തന്നെയും അവിടെ അദ്ദേഹം ചെന്നപ്പോഴേക്കും മീഡിയ LDFൻ്റെ മീഡിയ, ബാക്കി ആരെയും അടുത്തേക്ക് അടുപ്പിക്കാതെ തന്നെ LDFനെ സപ്പോർട്ട് ചെയ്യുന്ന മീഡിയയുടെ വലിയ ഒരു മേളയായിരുന്നു അവിടെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ എൻ്റെ പുറകെ ചുറ്റിപ്പറ്റി നടന്നാൽ ഇവിടുത്തെ വ്യക്തികൾ ഓർക്കും നിങ്ങൾ ക്ഷണിച്ചു വന്നവരാണ്, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ വന്നതാണ് എന്ന് ഇവിടുത്തെ ജനങ്ങൾ വിചാരിക്കും. അതിനോട് അപ്പോൾ മാറി നിൽക്കണം എന്ന അർത്ഥത്തിൽ അദ്ദേഹം സംസാരിച്ചിട്ടും അവർ കൂട്ടാക്കാതിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ഗവൺമെൻറ്റിന് വേണ്ടി ആരെങ്കിലും ഇവിടെ ഒരു പ്രചാരണം നടത്തുകയോ ഗവൺമെൻറ്റിനെ പൊക്കി പിടിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇത് സോഷ്യൽ ക്യാപിറ്റലാണ്. അതായത് സമൂഹത്തിന് വേണ്ടി, സമൂഹത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി, ദുരന്തബാധിതരുടെ സഹായത്തിനായി അവരെ പ്രതിഷ്ഠിക്കാൻ വേണ്ടി, അവരുടെ ജീവിതം പുനഃക്രമീകരിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു പദ്ധതിയാണിത്. ആ പദ്ധതി ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ശരിക്ക് പറഞ്ഞാൽ സാമൂഹ്യ വികസനത്തിന് അധിഷ്ഠിതമായ നിക്ഷേപം. വീടില്ലാത്തവർക്ക്, അതായത് വീട് പ്രളയത്തിൽ നഷ്ടപ്പെട്ടു പോയവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുക, അതുപോലെ തന്നെ അവിടെ ആരോഗ്യ സൗകര്യം വരുത്തുക, വിദ്യാഭ്യാസ സൗകര്യം വരുത്തുക. ഇത്രയും ചെയ്യുമ്പോഴാണ് അവിടെ സോഷ്യൽ ക്യാപിറ്റൽ, സാമൂഹ്യ മൂലധനം ഉണ്ടാകുന്നത്. ആ സാമൂഹ്യ മൂലധനം ആരുടെ ഉത്തരവാദിത്തമാണെന്നാണ് മമ്മൂട്ടി എടുത്തു പറഞ്ഞത്? അത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതിനകത്ത് ആരെങ്കിലും ഗവൺമെൻറ്റിനെ ഉയർത്തിപ്പിടിക്കുകയോ ഗവൺമെൻറ്റിന് വേണ്ടി വക്കാലത്തെടുക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഗവൺമെൻറ്റിൻ്റെ ന്യായമായ ഉത്തരവാദിത്തമാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് ആ മഹാനടന് മനസ്സിലായി. അദ്ദേഹം ഗവൺമെൻറ്റിനെ അതിനുവേണ്ടി പൊക്കി പിടിച്ചില്ല, ഗവൺമെൻറ്റിൻ്റെ പക്ഷം ചേർന്നില്ല. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ പക്ഷത്തുള്ള നമ്മുടെ ഈ പറയപ്പെട്ട സ്ഥാനാർത്ഥികളും മറ്റുള്ളവരും എന്തൊക്കെയാണ് വിളിച്ച് പറഞ്ഞ് പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത്? എന്തുപറ്റി? പ്രതിപക്ഷം കൊടുത്തില്ല. അവർ വാഗ്ദാനം ചെയ്ത വീടുകൾ അവർ സത്യത്തിൽ അന്നത്തെ സങ്കടങ്ങൾ കണ്ട് വലിയ പ്രതീക്ഷയോടുകൂടി പണം പിരിക്കാൻ ഇറങ്ങിക്കാണും. പക്ഷേ പിരിക്കാൻ ഇറങ്ങിയാൽ കിട്ടണമെന്ന് നിർബന്ധമില്ല. അതേസമയത്ത് ഭരണപക്ഷമാണെങ്കിൽ പിരിക്കാൻ ഇറങ്ങിയാൽ കിട്ടും. എന്തുകൊണ്ടാണ് ഭരണപക്ഷം പിരിക്കാൻ ഇറങ്ങിയാൽ കിട്ടും, ഭരണപക്ഷത്തല്ലാത്ത പ്രതിപക്ഷവും മറ്റു പാർട്ടികളും പിരിക്കാൻ ഇറങ്ങിയാൽ കിട്ടില്ല എന്നുള്ളതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം നമ്മൾ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യം നോക്കിയാൽ മതി. 2016 BJP ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് ആവശ്യം പോലെ ഇലക്ഷൻ ഫണ്ട് കളക്ട് ചെയ്യുക, ഗവൺമെൻറ്റിൻ്റെ
ആവശ്യം പോലെ എന്ന് വിചാരിച്ച് തന്നെയാണ് ഇലക്ട്രൽ ബോണ്ട് ആ ഇഷ്യൂ കൊണ്ടുവരുന്നത്. അത് നിയമമാക്കി ഇലക്ട്രൽ ബോണ്ട് ഇഷ്യൂ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇലക്ട്രൽ ബോണ്ടിൻ്റെ ചരിത്രം പഠിക്കുന്നവർക്കറിയാം, ഇലക്ട്രൽ ബോണ്ട് വഴി പണം വന്നത് 80-85% BJP ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ടിലേക്കാണ് വന്നത്. അതിനകത്ത് ഒരുപാട് സീക്രസി ഉണ്ട്. ആ സീക്രസി മൂലം ആര് കൊടുത്തു എന്നൊന്നും ആർക്കും അറിയാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് അദാനിയാകട്ടെ, അംബാനിയാകട്ടെ, മറ്റാരുമാകട്ടെ, ഏതൊരു കോർപ്പറേറ്റ് വമ്പനും അല്ലെങ്കിൽ ഏത് കള്ളപ്പണക്കാരനും ഏത് ചൂതാട്ടക്കാരനും അവനുണ്ടാക്കുന്ന പണത്തിൻ്റെ ഒരു ഭാഗം ഈ ഇലക്ട്രൽ ബോണ്ടിലേക്ക് ഇടാം. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ അറിയാം, അത് കണ്ടുപിടിക്കാം. അതുപോലെ ഗവൺമെൻറ്റിനും കണ്ടുപിടിക്കാം ആരാണ് ഇങ്ങനെ പണം നിക്ഷേപിച്ചിരിക്കുന്നത് എന്ന്. അതാണ് ഈ നിക്ഷേപകന് വേണ്ടത്. നിക്ഷേപകന് കൺസേൺഡ് അതോറിറ്റി ഞാനാണ് ഇത്ര കൊടുത്തത്, ഞാനാണ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തത്, അല്ലെങ്കിൽ എൻ്റെ കോൺട്രിബ്യൂഷൻ ഇത്ര കോടിയാണ് എന്നറിയിച്ചുകൊണ്ട്, അതായത് ഈ സ്റ്റോക്ക് മാർക്കറ്റിലെ ഒരു ചൊല്ലുണ്ട്, എന്താണെന്നറിയാമോ? ബിസിനസ്സുകാർ പരസ്പരം രഹസ്യങ്ങൾ അതായത് കരടിയും കാളയും എന്ന് വിചാരിച്ചോളൂ. കരടി എന്ന് വെച്ചാൽ വിപണി താഴേക്ക് പോകുന്ന അവസരത്തിലാണ്, കരടിയുടെ പിടിയിലാണ് എന്ന് പറയുന്നത്. അതുപോലെ വിപണി മുകളിലേക്ക് കുതിക്കുന്ന അവസരത്തിലാണ് കാളക്കൂറ്റൻ്റെ പിടിയിലാണ് എന്ന് പറയുന്നത്. അപ്പോൾ പക്ഷേ ഈ കാളകളും കരടികളും തമ്മിൽ ചില കളികളുണ്ട്. പരസ്പരം പുറം ചൊറിയുക എന്ന് പറയും. എന്താണ് ഈ പരസ്പരം പുറം ചൊറിയുക? അതായത് വിപണിയിൽ ഇടപെട്ടാൽ കരടിക്ക് ഗുണകരമാകുന്ന ലാഭമുണ്ടാകുന്ന സമയത്ത് കാളയും കാളയ്ക്ക് സഹായമുണ്ടാകുന്ന സമയത്ത് കരടിയും പരസ്പരം ആശയവിനിമയം നടത്തും. അതിനെയാണ് പരസ്പരം പുറം ചൊറിയുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ പറയപ്പെട്ട ഈ ഇൻവെസ്റ്റർ, ഇലക്ട്രൽ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റർക്കും അതുപോലെ ഗവൺമെൻറ്റിന് ആരാണ് ഗവൺമെൻറ്റിന് കൂടുതൽ സഹായിച്ചു കൊടുത്തത്, തിരിച്ചും അതുപോലെ അവർ പരസ്പരം പുറം ചൊറിയും. തിരിച്ചും അതുപോലെ അതായത് നികുതി ഇളവ് കൊടുക്കുക, മറ്റതുപോലെ ഏതൊക്കെ സഹായത്തിലുള്ള അല്ലെങ്കിൽ അനർഹമായ സ്ഥലത്ത് ബിസിനസ് അനുവദിക്കുക, ഇങ്ങനെ അനർഹമായ പലതും പരസ്പരം ചെയ്തു കൊടുക്കുന്നതിനാണ് ഈ പരസ്പരം പുറം ചൊറിയുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇലക്ട്രൽ ബോണ്ടിലേക്ക് 80-85% പണം വന്നത് മുഴുവനും BJP ഭരിക്കുന്ന ഗവൺമെൻറ്റിന്. എന്തുകൊണ്ടാണ് ഈ ഭരിക്കുന്ന ഗവൺമെൻറ് അതൊരു പക്ഷേ കോൺഗ്രസ് ഗവൺമെൻറ്റാണ് ഭരിക്കുന്നതെങ്കിലും അങ്ങനെ തന്നെ സംഭവിക്കുമായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഭരിക്കുന്ന ഗവൺമെൻറ്റിലേക്ക് ക്രമവിരുദ്ധമായി കൊടുത്താൽ മാത്രമേ ക്രമവിരുദ്ധമായ കർമ്മങ്ങൾ ചെയ്യാൻ അവർ സഹായിക്കൂ. അല്ലെങ്കിൽ ക്രമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടാലും മിണ്ടാതെ ഇരിക്കൂ. അങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയണം. അതുകൊണ്ടാണ് ഇലക്ട്രൽ ബോണ്ട് അല്ലെങ്കിൽ പരമരഹസ്യമായിട്ട് രാഷ്ട്രീയക്കാരെ സഹായിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളിൽ ഇങ്ങനെ സഹായിക്കുന്നത്. അതുകൊണ്ടാണല്ലോ അവസാനം സുപ്രീം കോടതി തന്നെ ഇടപെട്ട് ഇലക്ട്രൽ ബോണ്ട് സിസ്റ്റത്തിന് ഗുഡ് ബൈ പറഞ്ഞത്, അവസാനിപ്പിച്ചത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്ന എന്താണ്? ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റിനെ, അതായത് നമുക്കറിയാം കേരളീയം വഴി, നവകേരള സദസ്സ് വഴി, എൻ്റെ കേരളം വഴി, ഇതൊക്കെ ഈ നമ്മുടെ LDF ഗവൺമെൻറ് നടത്തിയ മാമാങ്കങ്ങളാണ് ഈ അവർ ഭരണത്തിൽ വന്നതിന് ശേഷം. ഇതുകൊണ്ടൊക്കെ അവർ എത്രയോ കോടിയാണ് സ്പോൺസർഷിപ്പിലൂടെ പിരിച്ചെടുത്തത്. അങ്ങനെ എന്തെങ്കിലും തരത്തിൽ പിരിച്ചെടുക്കാൻ ഈ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിക്ക് കഴിയുമോ? അപ്പോൾ അങ്ങനെ ഒന്നും പിരിച്ചെടുക്കാൻ പറ്റില്ല. ആരുടെയെങ്കിലും കയ്യിലുണ്ട്, സൗമനസ്യം തോന്നിയാൽ കൊടുത്തു, അങ്ങനെ കൊടുത്തെങ്കിൽ മാത്രമേ അവരുടെ പാർട്ടിയിലേക്ക് ഫണ്ട് വരികയുള്ളൂ. മറിച്ച് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ പുറം ചൊറിഞ്ഞു കൊടുത്താൽ, ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത് പോലെ ഡൊണേഷൻസ് കൊടുത്താൽ ഇഷ്ടം പോലെ സൗകര്യങ്ങൾ തിരിച്ചും കിട്ടുമെന്നറിയാം. ഇവിടുത്തെ ക്വാറി മാഫിയയെ തന്നെ എടുത്താൽ മതി. ഇവിടുത്തെ ക്വാറി മാഫിയയുടെ ചരിത്രം അറിയാമോ? 2012 ഗാഡ്ഗിൽ റിപ്പോർട്ട് പറഞ്ഞിരുന്നു 1700 ഇല്ലീഗൽ ക്വാറീസ് ഞങ്ങൾ കണ്ടെത്തി. അതേ സമയത്ത് അതിനേക്കാൾ വളരെ കൂടുതലുണ്ട്. തൃശ്ശൂർ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സ്ഥാപനമാണ്, സത്യസന്ധമായിട്ട് പഠനം നടത്തുന്ന സ്ഥാപനമാണ്. എന്താണ് പറഞ്ഞത്? 5335 അൺഓതറൈസ്ഡ് ഇല്ലീഗൽ ക്വാറീസ് കേരളത്തിൽ പ്രവർത്തിക്കുന്നു. എന്താ ഇല്ലീഗൽ ക്വാറീസ് പ്രവർത്തിക്കാൻ കാരണം? അവരൊക്കെ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഭരണക്കാരെ കാണുന്നു, MLA മാരെ കാണുന്നു, ഗവൺമെൻറ്റിൻ്റെ ആൾക്കാരെ കാണുന്നു, അവർക്കൊക്കെ കൈനീട്ടം കൊടുക്കുന്നു ആവശ്യം പോലെ.
അങ്ങനെ കൊടുത്തിട്ടാണ് ഈ ഇല്ലീഗൽ ക്വാറിയിങ് കല്ലുവെട്ട് നടത്തുന്നത്. അപ്പോൾ പുറത്തു വരത്തില്ല അവരെ. അപ്പം ആരാ കൊഴുക്കുന്നത് അവരുടെ അടുത്ത് കൈനീട്ടം വാങ്ങുന്ന ആൾക്കാർ. അപ്പോൾ ഭരണപക്ഷത്തിരിക്കുന്നവർക്കേ അത്തരം കൈനീട്ടവും കിട്ടൂ. പ്രതിപക്ഷത്തിരിക്കുന്നവർക്ക് അങ്ങനെ കൈനീട്ടം കൊടുത്തിട്ട് കാര്യമില്ല. അങ്ങനെ ഇവിടുത്തെ ചരിത്രപരമായ സത്യങ്ങൾ കൊണ്ട് തന്നെ ഭരിക്കുന്നവർക്ക് കൊടുത്താൽ പ്രയോജനം കിട്ടുമെന്ന് ഇങ്ങനെയുള്ള മാഫിയകൾക്കെല്ലാം അറിയാം. അത് ക്വാറി മാഫിയ ആകട്ടെ, മറ്റേതൊരു തരം മാഫിയയും ആകട്ടെ, കള്ളക്കടത്ത് മാഫിയ, അതുപോലെ തന്നെ എന്താ പറയുക, കള്ളപ്പണ മാഫിയ, ഇവർക്കൊക്കെ ഇത്തരം കാര്യങ്ങൾ അറിയാം. ഇവരൊക്കെ അതുകൊണ്ട് കെട്ടുകാഴ്ചയുമായി ചെല്ലുന്നത് ഭരണത്തിൽ ഇരിക്കുന്നവരുടെ അടുത്താണ്, പ്രതിപക്ഷത്തിൻ്റെ അടുത്തല്ല. അപ്പം അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം, എന്നിട്ടോ ഓർമ്മിക്കണം, 178 വീടുകളാണ് ഈ പറയപ്പെട്ട ഒരു വർഷവും 8 മാസവും കഴിഞ്ഞിട്ട് 178 വീടുകൾ അതുപോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല ഗവൺമെൻറ്റിന്. അതേ സമയത്ത് ഞാൻ പറയുന്നു, ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നവർ ഭരണപക്ഷത്തായിരുന്നുവെങ്കിൽ, ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്, അതായത് നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ അതേ അന്തസത്തയോടുകൂടി പ്രവർത്തിക്കുന്നവർ ഇപ്പോഴത്തെ പ്രതിപക്ഷത്തുണ്ട്. വി ഡി സതീശനാകട്ടെ, രമേശ് ചെന്നിത്തലയാകട്ടെ, KC വേണുഗോപാൽ ആവട്ടെ, ഇവരെല്ലാവരും അതുപോലെ നല്ല മനോധർമ്മത്തോടെ പ്രവർത്തിക്കുന്നവരാണ്. അവരാരാണ് മുഖ്യമന്ത്രിയായിട്ട് ഇവിടെ കേരളത്തിലുണ്ടായിരുന്നെങ്കിലും ഈ പറയപ്പെട്ട നഷ്ടപ്പെട്ട മുഴുവൻ പേരുടെയും വീടുകൾ 8 മാസത്തിനകം പൂർത്തിയാക്കി കൊടുക്കുമായിരുന്നു. കാരണം അവർക്ക് ഫണ്ടുണ്ട്. അത് മാത്രവുമല്ലല്ലോ, നമ്മൾ ആലോചിച്ച് നോക്കൂ, നിർമ്മല സീതാരാമൻ ഈ വീടുകളുടെ കൺസേൺഡ് ആയിട്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു MP ആണ് ദുരന്ത നിവാരണത്തിലേക്ക് എന്ത് കൊടുത്തു എന്ന് പാർലമെൻറ്റിൽ ചോദിക്കുന്നത്. അങ്ങനെ ചോദിച്ചപ്പോൾ എന്ത് ഉത്തരമാണ് കിട്ടിയത്? അതായത് തമിഴ്നാട്ടിൽ നിന്നുള്ള കോൺഗ്രസ് അംഗം മാണിക്യം ടാഗോർ, അദ്ദേഹമാണ് ചോദിക്കുന്നത്. അദ്ദേഹം ചോദിച്ചപ്പോൾ എന്താണ് നിർമ്മല സീതാരാമൻ നൽകിയ ഉത്തരം? 72 കോടിയാണ് വയനാട്ടിലെ ഉരുൾപൊട്ടൽ മേഖലകൾക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് നൽകിയത്. 311 കോടിയിലധികം രൂപയാണ് ആകപ്പാടെ. 311.95 കോടി 311.95 കോടിയാണ് ദുരന്ത നിവാരണത്തിനായി കേരളത്തിന് അംഗീകാരം കൊടുത്ത്. അതിൽ നിന്ന് തന്നെ 72 കോടി ചൂരൽമല, മുണ്ടക്കൈ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് വേണ്ടിയുള്ളതായിരുന്നു. പക്ഷേ ആ ഫണ്ട് എന്ത് ചെയ്തു? കൈപ്പറ്റിയില്ല. എന്തുകൊണ്ട് പറ്റിയില്ല? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ പ്രതിപക്ഷം ചെയ്തില്ല എന്ന് പറയുന്ന ഗവൺമെൻറ്, ഭരിക്കുന്ന ഗവൺമെൻറ് കേന്ദ്രം തന്നില്ല എന്ന് എപ്പോഴും മുറവിളി കൂട്ടുന്ന സംസ്ഥാന ഗവൺമെൻറ് എന്തുകൊണ്ടാണ് ഈ എമൗണ്ട് എന്ന് പറയുന്നത്? നിർമ്മല സീതാരാമൻ പാർലമെൻറ്റിൽ പറഞ്ഞതാണ്. 311.95 കോടിയാണ് കേരളത്തിന് അനുവദിച്ചത്. അതിൽ 72 കോടി വയനാട്ടിലെ ദുരന്തബാധിതർക്ക് പുനരധിവാസത്തിന് വേണ്ടിയുള്ളതായിരുന്നു. പക്ഷേ അവരത് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നാണ് പാർലമെൻറ്റിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ പാർലമെൻറ്റിൽ പറഞ്ഞിട്ട് നിർമ്മല സീതാരാമൻ അതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്, ഫണ്ടിന് വേണ്ടി അഭ്യർത്ഥന നൽകിയാൽ മാത്രം പോരാ, മറ്റ് ചില ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. എന്തൊക്കെയാണ് ഈ ഫോർമാലിറ്റീസ്? ദുരന്ത നിവാരണത്തിന് വേണ്ടി നേരത്തെ കൈപ്പറ്റിയ ഫണ്ട്, ആ ഫണ്ട് കൃത്യമായി വിനിയോഗിച്ചു എന്നുള്ളതിൻ്റെ കൃത്യമായ കണക്കുകൾ, ഓഡിറ്റഡ് റിപ്പോർട്ട് സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് എത്തണം. ഈ ഓഡിറ്റഡ് റിപ്പോർട്ടും അത്ര ഈസി അല്ല കേട്ടോ. വസ്തുനിഷ്ഠമായി, അതായത് ഇത് ഊരാളുങ്കൽ സൊസൈറ്റിയിലേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് നിങ്ങൾ ഇഷ്ടം പോലെ അമ്മാനമാടിക്കോളൂ എന്ന് പറഞ്ഞാൽ ഓഡിറ്റഡ് റിപ്പോർട്ട് വരില്ല. എന്താണ് വേണ്ടത്? ആ ചെലവഴിക്കുന്ന ഓരോ തുട്ടു പൈസയ്ക്കും കൃത്യമായ കണക്കുകൾ വേണം. അത് ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സ്. ആരാണ് ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ? ഗവൺമെൻറ് ഓഫ് കേരളയുടെ തന്നെ ഓഡിറ്റേഴ്സ്. ആ ഓഡിറ്റേഴ്സ് ആദ്യം ഓഡിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ വന്ന് വീണ്ടും അത് ഓഡിറ്റ് ചെയ്യണം. ഈ ആദ്യത്തെ ഓഡിറ്റിംഗ് കറക്റ്റാണ് എന്ന് ഉറപ്പ് വരുത്താനാണ് ഈ രണ്ടാമത്തെ ഓഡിറ്റിംഗ്. അങ്ങനെ ഈ 2 ഓഡിറ്റിംഗ് നടത്തിയ ആ റിപ്പോർട്ട് വേണം കേന്ദ്ര ഗവൺമെൻറ്റിൽ എത്താൻ. അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ്റിൽ റിപ്പോർട്ട് എത്തുമ്പോഴാണ് ഈ പറയപ്പെട്ട ഫണ്ട്, അടുത്ത ഗഡു ഫണ്ട് അനുവദിക്കുക. അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കടലിൽ കല്ലെറിയുന്നത് പോലെ എറിയാനുള്ളതല്ല ഖജനാവിലെ പണം. അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഖജനാവാണെങ്കിലും
കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഖജനാവാണെങ്കിൽ എവിടെ നിന്നാണ് ആ പണം വരുന്നത്? ജനങ്ങളിൽ നിന്ന്. എങ്ങനെ വരുന്നു? ഒന്നുകിൽ നികുതി പിരിവ് വഴിയായിട്ട്, അല്ലെങ്കിൽ നികുതി ഇതര വരുമാനം പിരിവ് വഴിയായിട്ടാണ്. എന്താണെങ്കിലും ഏത് മാർഗത്തിലാണെങ്കിലും ഇത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അടിച്ചിറക്കുന്ന പണമല്ല കേന്ദ്ര ഗവൺമെൻറ്റോ സംസ്ഥാന ഗവൺമെൻറ്റോ ചെലവഴിക്കുന്നത്. ഇത് ജനങ്ങളിൽ നിന്ന് നികുതിയായിട്ട് വാങ്ങുന്ന നികുതിയേതര വരുമാനമായിട്ട് വാങ്ങുന്ന പണമാണ്. അപ്പോൾ അതിന് അക്കൗണ്ടബിലിറ്റി ഉണ്ട്. അതായത് കൃത്യമായി ഓഡിറ്റഡ് ഓരോ പൈസയും എവിടെ ചെലവഴിക്കുന്നു, എന്തിന് ചെലവഴിക്കുന്നു എന്ന് കണക്ക് ബോധ്യപ്പെടുത്തി വേണം ചെലവഴിക്കാൻ. അപ്പോൾ എന്താണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ കഴിഞ്ഞ കാല റിപ്പോർട്ടുകളിലൊക്കെ കിടക്കുന്നത്? ഈ കഴിഞ്ഞ 10 വർഷത്തെ ചെലവുകളെ പറ്റി. അതായത് വകമാറ്റി ചെലവഴിക്കുന്നു. അതായത് ദുരന്ത നിവാരണത്തിനെന്ന് പറഞ്ഞ് കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ നെല്ല് സംഭരണത്തിന്. ഇപ്പം നെല്ല് സംഭരണത്തിൻ്റെ കഥ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ കുട്ടനാട്ടിലൊക്കെ കർഷകർ. അങ്ങനെ നെല്ല് സംഭരണത്തിന് എന്നും പറഞ്ഞ് പണം വാങ്ങിക്കുന്നു. പണം വാങ്ങി വകമാറ്റി ചെലവഴിക്കുന്നു മറ്റേതെങ്കിലും ആവശ്യത്തിന്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിലേക്ക് കുറേ പണം കിട്ടിയെന്നിരിക്കട്ടെ, മോഹൻലാലും മുഖ്യമന്ത്രിയും തമ്മിലുള്ളൊരു അഭിമുഖമുണ്ടായിരുന്നു. ആ അഭിമുഖത്തിന് 11.20 ലക്ഷം രൂപ ഒരു മുഖ്യമന്ത്രിയും ഒരു മഹാനടനും തമ്മിലുള്ള അഭിമുഖമാണ്. 11,20,000 രൂപയോ മറ്റേ അതിന് ചെലവായെന്നാണ് കണക്കുകൾ പത്രങ്ങളിൽ കണ്ടത്. അത് ബജറ്റ് വഴി കിട്ടുന്ന പണമാണെന്ന് ഓർക്കണം. ബജറ്റ് വഴി, അതായത് നികുതിയേതര വരുമാനം വഴി കിട്ടുന്ന പണമാണ്. ഒരഭിമുഖത്തിന് വേണ്ടി 11,20,000 ചെലവഴിച്ചത്. ചൂരൽമലയിലെ ഒരു വീടെങ്കിലും കൂടി പൂർത്തിയാവുകയില്ലായിരുന്നു അത്രയും ഫണ്ട് ഉണ്ടായിരുന്നെങ്കിൽ. അതേ സമയത്ത് അതുപോലെ ഒരു മഹാനടനാണ് മമ്മൂട്ടി. ചൂരൽമല മുണ്ടക്കൈയിൽ വന്നത് ഒരു പൈസ പോലും മേടിക്കാതെ, ഒരു രാഷ്ട്രീയക്കാരനെ പോലും അറിയിക്കാതെ അദ്ദേഹം അവിടെ വരുന്നു, അവിടുത്തെ ജനങ്ങൾക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ കാണുന്നു. അദ്ദേഹം ഒരുപാട് ഫണ്ട് കൊടുത്തിട്ടുണ്ടാകാം, അതും രഹസ്യമാക്കി വെച്ച് തൻ്റെ പേര് പോലും പറയാതെ. അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള, ഞാൻ മോഹൻലാൽ എങ്ങനെയെന്നല്ല പറഞ്ഞത്, മമ്മൂട്ടി ചെയ്തതിൻ്റെ ഒരു പൈസ പോലും സർക്കാരിന് ചിലവ് വന്നില്ല. അതേ സമയത്ത് സർക്കാരിലെ ഒരു മഹാനടനുമായിട്ടുള്ള അഭിമുഖം, അതിനുവേണ്ടി ചെലവഴിച്ച പണമാണ് ഞാൻ പറഞ്ഞത്. അതല്ലാതെ മോഹൻലാലെ എന്തെങ്കിലും തരത്തിൽ ഈ പൈസ ചെലവഴിക്കാൻ പ്രേരിപ്പിച്ചു എന്നൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പം ഇങ്ങനെ ഏത് തരത്തിലാണെങ്കിലും ഭരണപക്ഷം വകമാറ്റി ചെലവഴിക്കുന്നു. അത് ഏത് കാര്യത്തിനുമാകട്ടെ വകമാറ്റി ചെലവഴിക്കുന്നു. അപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി വക കൊള്ളിച്ച പണം വേറെ, അത് വകുപ്പ് പോലും അറിയാതെ. നമുക്കറിയാം ഡോക്ടർ ബി അശോക് കൃഷിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹവുമായിട്ടുള്ള ബഹളം നമുക്കറിയാം. അദ്ദേഹം ഒരു ബഹളക്കാരനല്ല, അദ്ദേഹം വളരെ മിടുക്കനായ ഒരു IAS ഓഫീസറാണ്. അദ്ദേഹം എന്താണ് ചെയ്തത്? വേൾഡ് ബാങ്കിൽ നിന്ന് കൃഷിയുടെ സമഗ്ര വികസനത്തിന് വേണ്ടി വന്ന വായ്പ, അത് കൃഷിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരിക്കും, അദ്ദേഹം പോലും അറിയാതെ വകമാറ്റിയത് അറിഞ്ഞപ്പോൾ അദ്ദേഹം അത് പുറത്തുവിട്ടതിനാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ശിക്ഷണ നടപടി എടുത്തത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗവൺമെൻറ്റാണ് ഈ ഫണ്ട്, അതായത് ദുരന്ത നിവാരണത്തിന് 311.99 കോടി അനുവദിച്ചിട്ട് നേരത്തെ വാങ്ങിയ ഫണ്ടിൻ്റെ ഒന്നും ഓഡിറ്റഡ് റിപ്പോർട്ട് കൊടുക്കാത്തത് കാരണം കൊണ്ട് അതിലെ വയനാടിന് വേണ്ടിയുള്ള 72 കോടി മേടിച്ചെടുക്കാൻ പറ്റിയില്ല. ആ 72 കോടി വാങ്ങിച്ചെടുത്തിരുന്നെങ്കിൽ, ഞാനും ഒരു വയനാട് ജില്ലക്കാരിയാണ്, അതുകൊണ്ട് നിങ്ങളുടെ കണ്ണുനീര്, നിങ്ങൾ അനുഭവിച്ച ക്ലേശങ്ങൾ എല്ലാം ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുകയാണ്. അങ്ങനെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് എന്നെ ഇത് ഇത്രയധികം ക്ഷോഭിപ്പിക്കുന്നത്. അതായത് ഈ കോൺഗ്രസ് എന്തുകൊണ്ട് ചെയ്തില്ല, കോൺഗ്രസിന് പറ്റുന്നത് തീർച്ചയായിട്ടും കോൺഗ്രസ് ചെയ്യണമായിരുന്നു, സമയബന്ധിതമായിട്ട് തന്നെ. പക്ഷേ അവർ പറഞ്ഞു അവരുടെ ഭൂമി വാങ്ങാൻ പോലുമുള്ള പണം അവർക്ക് തികഞ്ഞില്ല. ആ പണം പോലും അവർ സ്വരൂപിക്കേണ്ടി വന്നു പലവിധ ബുദ്ധിമുട്ടിലൂടെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി അവർക്ക് ആ വീടുകൾ നിർമ്മിച്ചു കൊടുക്കണമെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സഹായ ഹസ്തങ്ങളൊക്കെ കിട്ടിയേ പറ്റൂ. നിങ്ങളുടെ സങ്കടം കണ്ടറിഞ്ഞ് നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു ഗവൺമെൻറ് ആയിരുന്നില്ല ഇടതുപക്ഷ ഗവൺമെൻറ്. ആയിരുന്നെങ്കിൽ ഈ 72 കോടി ഒരു പൈസ പോലും നഷ്ടപ്പെടുത്താതെ വാങ്ങുമായിരുന്നു. ഇനി ബാക്കി 178 വീട് കഴിഞ്ഞ് 402 വീടെന്ന് പറയുമ്പോൾ ബാക്കിയുള്ള വീടുകൾ മുഴുവനും സുഖമായിട്ട് പൂർത്തീകരിക്കുക മാത്രമല്ല, നിങ്ങൾക്ക് അവിടെ മുണ്ടക്കായ് ചൂരൽമല മേഖലയിലെ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്ക്, റോഡുകളുടെ നിർമ്മാണത്തിന്, എല്ലാത്തിനും ആ ഫണ്ട് മതിയാകുമായിരുന്നു. ഇനി അത് കിട്ടുമോ? ഇനി ഒരു ഗവൺമെൻറ് വന്നാൽ
തീർച്ചയായിട്ടും ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് വരുന്നത് എങ്കിൽ അതൊന്നും പ്രതീക്ഷിക്കരുത്. വലതുപക്ഷ ഗവൺമെൻറ്, കോൺഗ്രസ് ഗവൺമെൻറ് വന്നാൽ പോലും ഇത്രയധികം കടക്കണിയിലാണ് കേരളത്തെ ഇടതുപക്ഷം കൊണ്ടുപോയി എത്തിച്ചിരിക്കുന്നത്. ധനപ്രതിസന്ധിയെ പറ്റി കൃത്യമായിട്ട് അറിയാവുന്ന വ്യക്തികൾക്കറിയാം, കേരളം തലയൂരാനാകാത്ത തരത്തിൽ ധനപ്രതിസന്ധിയിൽ എത്തിയിരിക്കുകയാണ്, കടക്കെണിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് CAGക്കും ബഹുമാനപ്പെട്ട ധനമന്ത്രി നിർമ്മല സീതാരാമനും ഒക്കെ അറിയാം കേട്ടോ. ഇത് ഭരണപക്ഷത്തിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണെന്നേ, പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്തമല്ല. പിന്നെ നല്ല മനസ്സുകളുടെ, സുമനസ്സുകളുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അതായത് എനിക്ക് പണമുണ്ടെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്ന തരത്തിൽ ദുരന്ത നിവാരണത്തിന് വേണ്ടി കൊടുക്കണം. എൻ്റെ ഉത്തരവാദിത്തം മാത്രമാണ് പ്രതിപക്ഷത്തുള്ളവർക്ക് ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവരുടെ കൈകളിലല്ല അധികാരം ഇരിക്കുന്നത് എന്നതുകൊണ്ട് ഒരു തരത്തിലും പണം പിരിച്ചെടുക്കാനുള്ള അധികാരം അവർക്കില്ല, സാധ്യത അവർക്കില്ല. അതാണ് ഞാൻ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യം പറഞ്ഞത്. ഏതെങ്കിലും തരത്തിൽ പുറം ചൊറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിയണമെങ്കിൽ ഭരണപക്ഷത്തിരിക്കുന്നവർക്ക് ആരും കൊടുക്കൂ. കാരണം അവരെ കൊണ്ടാണ് നികുതി ഇളവ് കിട്ടുകയോ മറ്റെന്തെങ്കിലും കള്ളത്തരം കാണിക്കുന്നതിനൊക്കെ ഇളവ് വേണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പുറം ചൊറിഞ്ഞു കൊടുക്കണം. അതായത് ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഗവൺമെൻറ് ആയിരുന്നെങ്കിൽ ഇതിനകം മുഴുവൻ വീടുകളും പൂർണ്ണമായി കംപ്ലീറ്റ് ചെയ്ത് ആ വീടുകളൊക്കെ വാസയോഗ്യമായ രീതിയിൽ ഇതിനകം എന്നല്ല, ഒരു 8 മാസത്തിനകം ഉമ്മൻചാണ്ടിയോ അല്ലെങ്കിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായിട്ട് ഉള്ളവരോ ആയിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നത്. അവരൊക്കെ മനുഷ്യപ്പറ്റുള്ളവരാണ്, മനുഷ്യരുടെ ദുഃഖവും ദുരിതവും അറിയുന്നവരാണ്. അങ്ങനെ അവർ ചേർത്ത് പിടിക്കുന്നവരാണ്. അതുകൊണ്ട് അവർ 8 മാസത്തിനകം കൺസ്ട്രക്ഷൻ മുഴുവനും നടത്തി വീടുകൾ കൈമാറുമായിരുന്നു. ഇതുവരെ ഒരു വീട് പോലും വാസയോഗ്യമാക്കി കൈമാറാത്ത ഭരണപക്ഷത്തിന് എന്തവകാശമാണ് പ്രതിപക്ഷത്തെ കളിയാക്കാൻ? അവർ പൈസ പിരിക്കുകയോ പിരിക്കാതിരിക്കുകയോ ചെയ്തു കൊള്ളട്ടെ, അത് നിങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന നികുതി പണമല്ലല്ലോ. ആരെങ്കിലും ദാനമായി അവർക്ക് വീട് പണിയണമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടില്ലയോ നമുക്കറിഞ്ഞുകൂടാ. അറിയാത്തിടത്തോളം അവരെ എന്തിനു പഴിചാരാനായിട്ട് നിൽക്കണം? അവരെ ചേർത്ത് പിടിക്കേണ്ട മുഴുവൻ ഉത്തരവാദിത്വവും മമ്മൂട്ടി പറഞ്ഞതുപോലെ സോഷ്യൽ ക്യാപിറ്റൽ, അതാണ് ചൂരൽമലയിലും മുണ്ടക്കയിലും വേണ്ടിയിരുന്നത്. ആ സോഷ്യൽ ക്യാപിറ്റൽ പൂർണ്ണ തോതിൽ 8 മാസത്തിനകം ഇല്ലെങ്കിൽ 1 വർഷത്തിനകമെങ്കിലും കൊടുത്ത് അവരെ പുനരധിവസിപ്പിച്ച് അവർ സന്തോഷവാന്മാരായിട്ട് ജീവിക്കുന്നത് കാണണമായിരുന്നു ഒരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തം. അതല്ലാതെ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് മറ്റുള്ളവരുടെ മേൽ പഴിചാരി ഒഴിഞ്ഞു മാറുന്നതല്ല ഒരിക്കലും. അത് പ്രത്യേകിച്ചും ഒരു LDF ഗവൺമെൻറ്. കേരളത്തിൽ ഇപ്പോൾ LDF ഗവൺമെൻറ് അല്ലല്ലോ ഉള്ളത്, ഒരു ചങ്ങാത്ത മുതലാളിത്ത ഗവൺമെൻറ്റാണ് കേരളത്തിലെ LDF ഗവൺമെൻറ്. അതിന് മാർക്സ് പറഞ്ഞ മാർക്സിയൻ കമ്മ്യൂണിസവുമായിട്ട് യാതൊരു ബന്ധവുമില്ല.